അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നാണ് ഞങ്ങൾ ചെറായിൽ പോയിട്ടുണ്ടായി. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വരുന്നത്. അവിടുത്തെ റൂമുകളും അവിടുത്തെ റൂമിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എത്രയാണെന്നുള്ളതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫുള്ള് കാണുക, ഇഷ്ടപ്പെടണമെങ്കിൽ കുറച്ച് കാണുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ ചെറായിൽ പോകുന്നവർക്കറിയാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് ചെറായി ബീച്ച് കേട്ടോ. നല്ല ചെറായി ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ള ആ കായലുകളാണ് എനിക്കിഷ്ടം. അവിടെ ഇരുന്ന് ഇങ്ങനെ മീൻപിടികളെ കാണാനൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ അതുപോലെ ഞങ്ങൾ ആദ്യം ഈ റൂമാണ് നോക്കുന്നത്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൈലൻ്റ് ആട്ടോ. നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കണ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഈ റൂം എടുക്കുന്നതായിരിക്കും. നേരെ ഫ്രണ്ട് തന്നെ ബീച്ച്, അതുപോലെ അധികം മാളും ആരവങ്ങളൊന്നുമില്ല. നമുക്ക് ഫാമിലി ആയിട്ട് അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഈ ചെറായിൽ ഈ ഏരിയ. അപ്പം ആദ്യം ഞങ്ങൾ ഈ റൂം പോയാണ് നോക്കുന്നത്. ഈ റൂമിൽ എല്ലായിടത്തും പോലെ തന്നെ ബാത്റൂം, പിന്നെ പെയിൻറ്റിങ്ങിലും കാര്യങ്ങളിലൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ട് എന്നല്ലാതെ ഒരു ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന, ഒരു ദിവസത്തിനൊക്കെ താമസിക്കാൻ പറ്റുന്ന ഒരു ചെറിയ റൂമിനേക്കാളും എനിക്കിഷ്ടം ഞാൻ പറഞ്ഞില്ലതാ ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഇത്ര സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. തൊട്ടടുത്ത് തന്നെ നമുക്ക് ചായയും ഐസ്ക്രീം ചെറിയ കടികളൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട് തൊട്ടടുത്ത് തന്നെ. അതുകൊണ്ട് കുറച്ച് അങ്ങോട്ടോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. കൂട്ടിന് കുറച്ച് പട്ടികളുണ്ട്, ഇഷ്ടം പോലെ ആയിട്ട്, കുറച്ചല്ല അധികം. ഇവിടെ ഉള്ളത് ഇവരുടെ സംസ്ഥാന സമ്മേളനം തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ മേലേക്ക് നോക്കുമ്പോൾ അടിപൊളി വ്യൂസൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാം. എന്തായാലും ഒറ്റ റൂം കണ്ടും നമ്മളിങ്ങനെ പോരൂലല്ലോ. നമ്മളെ സ്വഭാവം വെച്ച് നമുക്കൊരു 3-4 എണ്ണമെങ്കിലും കാണണം. എന്നിട്ട് ഫസ്റ്റ് ഏതാണ് പോയത് അവിടെ സെലക്ട് ചെയ്യണം. അതാണ് ഒരുവിധം എല്ലാവരും. അതിന് എന്ത് കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയാലും ആദ്യം നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം നമ്മൾ പിന്നെ ഒരു 5-6 നോക്കിയിട്ട് ലാസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യും. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്കും പറ്റിയത്. അപ്പോൾ സെക്കൻഡ് ഏരിയ അതാണ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു ഭാഗമാണ്. അത് വേറെ ഒന്നുമില്ല, ഇഷ്ടം പോലെ ആളുകളും ഇതൊക്കെയാണ്. അപ്പോൾ ആദ്യം താഴെ റൂം കാണിച്ചത് അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല, അതെനിക്ക് ഇഷ്ടമായില്ല. അത് നമ്മളൊക്കെ വീട് പോലെ തന്നെ ഉള്ളിലായിരുന്നു, പുറത്തേക്കൊരു ഇതില്ലാത്ത രീതിയിലായിരുന്നു. സെക്കൻഡത്തെ റൂം എനിക്ക് തോന്നുന്നത്, എൻ്റെ ഓർമ്മ വെച്ച് ശരിയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ പോയിട്ട്, ഒരാഴ്ച ഒക്കെ കഴിഞ്ഞ് എന്തായാലും. അപ്പം ഈ റൂമിന് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 3000 ആണെന്ന് എനിക്ക് തോന്നുന്നു. 3000-3500 ഒറ്റ ഇതിന് 3500 ആണെങ്കിൽ മറ്റീന് 4000, 3000-3500 ആ റേഞ്ചിലുള്ള ഒരു റൂമാണ് ആദ്യം കാണുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ റൂം ഇതാണ്. മറ്റേ റൂം പോലെ തന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ കുറച്ചുകൂടി അട്രാക്റ്റീവാണ്. പിന്നെ എല്ലാം പോലെ തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ. കൂടുതൽ പറഞ്ഞ് ഞാൻ ചടപ്പിക്കുന്നില്ല. കണ്ടോ, ഇതാണ് ആദ്യത്തെ റൂം. ഇത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് റൂം കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ നമുക്ക്. ഇവിടെ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ഒക്കെ കാണിക്കുന്നുണ്ട്. സെക്കൻഡത്തെ റൂം ഒന്നുകൂടി ഇരിക്കാൻ 2 കസേര ഒക്കെയുള്ള വേറൊരു ടൈപ്പ് റൂം. ഇതാണ് സെക്കൻഡ് റൂം. ഇവിടെ തന്നെ 3 റൂമുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം എന്താ പറയുക, 3 റൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എണ്ണം മേലെ, 1 താഴെ. അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് വാങ്ങാനാണ് പോയത്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു 4-5 ചേച്ചിമാർ നടത്തുന്ന ഒരു ചായക്കട ഉണ്ട്. ചായക്കട തന്നെയാണ്, ചോറും എല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ അവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ ചായ കുടിച്ചു. ഇതെന്താ ഉള്ളിവടയല്ല, എന്തോ ഒരു സാധനം, വട പോലത്തെ ഒരു സാധനമായിരുന്നു. എന്തായാലും ഉഴുന്ന വടയല്ല. അത് കഴിഞ്ഞ് വൈകുന്നേരം ആശ നല്ല കളിയിലാണ്. ഞാനാണെങ്കിൽ നല്ല കാഴ്ചയായിരുന്നു, വേറൊന്നുമല്ല. ഇപ്രാവശ്യം സൂര്യൻ അസ്തമിക്കണം എന്ന് കാണണം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇരുന്ന് ലാസ്റ്റ് സൂര്യനും കണ്ടില്ല, അസ്തമനവും കണ്ടില്ല. സൂര്യൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാനേ ഉണ്ടായില്ല. ഞങ്ങൾ ആദ്യം കാണിച്ചില്ല, ഞാൻ ആ ഏരിയയിലാട്ടോ ഞാൻ റൂം എടുത്തിട്ടുണ്ടായിനത്. വൈകുന്നേരം പോലും അവിടെ ആരും ഉണ്ടായില്ല, കുറച്ച് പേരേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് മോനിക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റി. എനിക്ക് ഒരുപാട് പേരുണ്ടാകുമ്പോൾ എന്തോ പോലെയാണ്. അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്കാണ് ഇങ്ങനെ ഇഷ്ടം. അതാണ്
നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം. കുറേ ആളുകളൊക്കെ ആയിട്ട് ഇരുന്ന് അങ്ങനത്തെയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ കാണിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ കാണിച്ചെന്നാൽ അവിടെ എടുക്കുന്നതായിരിക്കും ഇഷ്ടം. അല്ല സൈലൻ്റായിട്ട് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഏരിയ തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാൻ നോക്കി നിൽക്കട്ടോ ഇപ്പോൾ പോകുന്നില്ലത്. പക്ഷേ എന്നെപ്പോലെ നിങ്ങളും സസ്യവും വേറൊന്നുമല്ല. ലാസ്റ്റ് സൂര്യനും കണ്ടില്ല, ഒന്നും കണ്ടില്ല. സൂര്യൻ എങ്ങടോ പോയി. അതിൻ്റെ ഒപ്പം ഞാൻ വേറൊരു കാഴ്ച ഉണ്ട്. ഒരു ഫ്ലൈറ്റ് പോണത്. അപ്പം എന്നാൽ സൂര്യനെ അവിടെ കണ്ട ഫ്ലൈറ്റ് എടുക്കാമെന്ന് വിചാരിച്ച് സൂര്യനെയൊക്കെ ഞാൻ അവിടെ നിന്ന് മാറ്റി ഞാൻ ഫ്ലൈറ്റ് പോണത് നോക്കി. ഒരു രക്ഷയില്ല. അതാ പോണം. പക്ഷെ ഞാൻ നോക്കുമ്പോൾ നല്ല അടുത്തായിരുന്നു. വീഡിയോ എടുത്തപ്പോൾ ഒരു മിന്നായം പോലെ കിട്ടിയുള്ളൂ. ഫോണിന് ഭയങ്കര പവറായിരുന്നു, അതുകൊണ്ടാട്ടാ. എത്ര കണ്ടാലും വീടിൻ്റെ തൊട്ടടുത്തൂടെ പോകണുണ്ടാലും ഈ സാധനം പോകണുണ്ടാ ഞാൻ വീണ്ടും എനിക്ക് ഈ ഫ്ലൈറ്റിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ തല ഒന്ന് മേലേക്ക് പൊക്കിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. എന്തായാലും അത് പോണ വരെ ഞാൻ അതിൻ്റെ പിറകെയായിരുന്നു. പിന്നെയാണ് ഓർമ്മ വന്നത് ഇത് വെള്ളത്തിൽ പോയോന്നറിയില്ലല്ലോ. വീണ്ടും ഞാൻ സൂര്യൻ പോകണുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് താഴെ തന്നെ നോക്കിയിരുന്നു. നല്ല കളിയിലായിരുന്നു. ഞാനവിടെ നോക്കുമ്പോൾ ആകെ 2 പ്രണയ ജോഡികൾ മാത്രമേ ഉണ്ടായുള്ളൂ, വേറെ ആരും ഉണ്ടായില്ല. പിന്നെ അവരെ നമ്മൾ അങ്ങനെ എടുക്കാൻ പാടില്ലല്ലോ. നമ്മളെ തന്നെ കാണിക്കില്ല, പിന്നെ അവരെ കാണിച്ചു കഴിഞ്ഞാൽ ശരിയല്ലല്ലോ. എന്തായാലും ഞാൻ ഇങ്ങനെ നോക്കി കേട്ട് ഇപ്പോൾ തോന്നുന്നു വിചാരിച്ചിട്ട് എത്താറായി എന്ന് വിചാരിക്കും. നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ പോകുന്നു, പക്ഷെ ഉണ്ടായില്ല. ലാസ്റ്റ് നോക്കി നിന്ന് ഞാൻ റൂമിലേക്ക് പോയിട്ടാ. പിറ്റേന്ന് രാവിലെ എല്ലാവരും ഉറങ്ങണ സമയത്താണ് ഞങ്ങൾ നടക്കാനിറങ്ങി. അപ്പം നിറയെ പട്ടിക്കുട്ടികളുടെ കുഞ്ഞു പട്ടിക്കുട്ടികളുടെ മീൻ പിടിക്കണതാണ് തോന്നുന്നു. പക്ഷെ അത് കാണാൻ പറ്റില്ല. മീൻ പിടിക്കണ ആയിരിക്കണം, എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഒരങ്ങട് പോയി, അതുകൊണ്ട് എന്താ സംഭവം എന്ന് അറിഞ്ഞൂടാ. ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് പട്ടിക്കുട്ടികൾ പ്രസവിച്ചെടുക്കണുണ്ടായി. സോറി, അങ്ങനെ ഉണ്ടായി. എനിക്ക് കൊച്ചും നടക്കണ്. ഞാൻ പറഞ്ഞില്ല ആരുമില്ല എന്ന്. അതുകൊണ്ട് നമുക്ക് എന്തും കാണിക്കാം. മീൻസ് ചാടാ ഓടാ കളിക്കുക. ആരും നമ്മളിങ്ങനെ നോക്കൂല. വീഡിയോ ഒക്കെ എടുക്കുക. പിന്നെ ഞാൻ അവിടെ കണ്ടൊരു പൂവായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയില്ലേ കാണാൻ. വീഡിയോ എടുക്കാൻ നന്നായിട്ട് അറിയണ കാരണേ വീഡിയോ അധികം ഭംഗി കിട്ടിയില്ല. വേറെ ഒന്നുമല്ല, എനിക്ക് അത്രയ്ക്ക് നന്നായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ അറിഞ്ഞൂടാ. പോരാത്ത നല്ല വെയിലായിരുന്നു കേട്ടോ. നല്ല അടാറ് വെയിലിനാണ് ഇത് ഇറങ്ങണം. പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 12 മണിക്ക് റൂം എടുത്താൽ 11 മണിക്ക് ഇറങ്ങണം. അങ്ങനെയാണ് കേട്ടോ സംഭവം. അപ്പം ഞങ്ങൾ അതിൻ്റെ മുന്നുള്ളതാണ്. പക്ഷെ നല്ല വെയിലായിരുന്നു ആ സമയത്തൊക്കെ. എന്തായാലും ഞാൻ കുറച്ച് നേരം ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങ് നീണ്ട് നിവർന്ന് കിടക്കുകയാണ്. കുറേ പോയി എടുത്ത് ലാസ്റ്റ് എനിക്ക് മടുത്ത് കണ്ട. ഇതിങ്ങനെ ട്രെയിൻ പോണ പോലെ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിച്ച് കഴിഞ്ഞിട്ടില്ല, തുടങ്ങാൻ പോകണുള്ളൂ. എന്തായാലും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിലൊക്കെ ഒരു പൂവുണ്ടാവണമെങ്കിൽ എന്തോരം കഷ്ടപ്പെടണമെന്നറിയാം. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം നനച്ചു കൊടുക്കണം. ഇതൊക്കെ വെറുതെ ഉണ്ടാവണുണ്ട്.